ഹേ ഓൾ, ഇന്നൊരു സൺഡേ മോർണിംഗ് ആണ്. വെരി ഗുഡ് മോർണിംഗ് ടു ഓൾ. പക്ഷേ ഈ വീഡിയോ വരുന്നത് മോർണിംഗ് ആണോ ഈവനിങ് ആയിരിക്കും മാക്സിമം. ഓക്കെ, അപ്പോൾ നമുക്ക് പോയിന്റിലോട്ട് കിടക്കാം. ഒരു ലോങ് ട്രിപ്പ് പോകുന്നതിന് മുന്നേ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ബൈക്കിൻ്റെ അതേപോലെ അല്ലാതെ എന്തൊക്കെ. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് പൈസയോ ബൈക്കോ ഇതിനൊക്കെ മുന്നേ ഫസ്റ്റ് വേണ്ടത് മൈൻഡ് സെറ്റാണ്. നമുക്ക് ലോങ് അല്ലെങ്കിൽ ഒരു ട്രിപ്പ് പോകാനുള്ളൊരു മൈൻഡ് സെറ്റ് വേണം, ട്രാവൽ ചെയ്യാനുള്ളൊരു മൈൻഡ് സെറ്റ് വേണം. സന്തോഷ് ജോർജ് കുളുങ്ങ സാർ പറഞ്ഞ പോലെ മൈൻഡ് സെറ്റാണ് ആദ്യം വേണ്ടത്. നിങ്ങൾ ആദ്യം തന്നെ ലഡാക്കിലോട്ടോ അല്ലെങ്കിൽ ആദ്യം തന്നെ വല്ല യൂറോപ്യൻ കൺട്രിയിലോട്ടോ അല്ലെങ്കിൽ നമ്മൾ ധനുഷ്കോടി അല്ലെ എങ്ങോട്ടാണെങ്കിൽ ഒരുപാട് ലോങ് നിങ്ങൾ ആദ്യം പ്ലാൻ ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾ ജസ്റ്റ് വീടിന് അടുത്ത് നല്ല സ്ഥലങ്ങളുണ്ടെങ്കിൽ മോർണിംഗ് അതൊന്ന് പോയി കണ്ടിട്ട് വരിക. അപ്പോൾ നമ്മൾ തുടങ്ങേണ്ടത് അവിടെ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ജസ്റ്റ് അങ്ങനത്തെ സ്റ്റാർട്ട് ചെയ്താൽ തന്നെ ഓൾമോസ്റ്റ് നമുക്ക് പതിയെ ഓരോന്ന് കവർ ചെയ്യാൻ പറ്റും. അപ്പോൾ ആദ്യം നമ്മൾ അത് തുടങ്ങുക. പിന്നെ അതിൽ നിന്ന് നിങ്ങൾക്ക് അങ്ങനെ ചെറിയ ട്രിപ്പ് പോയി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ സെറ്റ് ആയിക്കോളും നിങ്ങൾ അടുത്ത ട്രിപ്പ് പോകാനൊക്കെ. പിന്നെ മോട്ടോർ സൈക്കിൾ ആകുമ്പോൾ ഇപ്പോൾ ഹിമാലയൻ തന്നെ വേണം എനിക്ക് ലോങ് ട്രിപ്പ് പോകാൻ, അങ്ങനെയൊന്നും ഇല്ല. അത് നിങ്ങൾ മൈൻഡ് സെറ്റ് നിങ്ങൾ ആദ്യം സെറ്റ് ചെയ്യുക. ഏതൊരു വണ്ടിയാണെങ്കിൽ നമുക്ക് പോകാനൊരിതുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ അഡ്ജസ്റ്റബിൾ ചെയ്തെടുക്കും. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളത് പോയി കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്ന് എന്താ വേണ്ടതെന്നുള്ളത് നിങ്ങൾ തന്നെ മനസ്സിലാക്കും. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ കയ്യിലൊരു സ്കൂട്ടറോ അല്ലെങ്കിൽ നിങ്ങൾ വേറെ ഏതെങ്കിലും വണ്ടിയാണെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് പോയി നോക്കുക. പോയി നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾക്ക് ഇതിൽ എന്താ പ്രശ്നം അല്ലെങ്കിൽ എന്താ വേണ്ടതെന്നുള്ളത്. അതിനനുസരിച്ച് നിങ്ങൾ അഡ്ജസ്റ്റ് ആയിക്കോളും. അതിലെന്താ വേണ്ടതെന്നുള്ളത് നിങ്ങൾ സെറ്റ് ചെയ്യുക. ഒരു ബൈക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോകാണ്ടത് മുന്നേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു സർവീസ് കറക്റ്റായി ചെയ്തിരിക്കണം. പിന്നെ നിങ്ങളുടെ ചെയിന് ക്ലീൻ ചെയ്യുക, ലൂബ് ചെയ്ത് വയ്ക്കുക. സ്കൂട്ടറാണെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ചെയിന് നിങ്ങൾ ലൂബ് ചെയ്ത് സെറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് പിന്നെ വണ്ടിയിൽ എയർ ഒന്ന് ഫില്ല് ചെയ്യുക. ടയറിൽ പ്രോപ്പറായിട്ടുള്ള എയർ തലേന്ന് പോയിട്ട് ഫില്ല് ചെയ്യും. അല്ലെങ്കിൽ നിങ്ങൾ റൈഡ് പോകുന്ന ദിവസമാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഞാൻ പറഞ്ഞത് എന്താ വെച്ച് കഴിഞ്ഞാൽ തലേന്ന് നമ്മൾ ഫില്ല് ചെയ്തിട്ട് പെട്രോളും ഒന്ന് ഫില്ല് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ടെൻഷൻ പോകും. ടെൻഷൻ അല്ല, ഒരു ഇതാണ്. പിന്നെ ലഗേജ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്ക്. ഇപ്പോൾ ഒരു ടോപ്പ് ബോക്സ് എന്തെങ്കിലും ഉണ്ട് അല്ലെങ്കിൽ കുറച്ച് ലഗേജ് കൂടുതലായിട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ആ തലേ ദിവസം എന്തായാലും നമ്മൾ പാക്ക് ചെയ്ത് വെക്കുമല്ലോ. അപ്പോൾ അതൊന്ന് വെച്ചിട്ട് തന്നെ ഒന്ന് ഫ്യൂൽ സ്റ്റേഷനിലേക്ക് ഒന്ന് പോയി നോക്കുക. വണ്ടിയുടെ കാര്യങ്ങൾ എത്രയൊക്കെ ഉള്ളൂ. പിന്നെ നിങ്ങൾക്ക് നോക്കേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു 1 ഡേ ട്രിപ്പൊക്കെ പോകണം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും സ്റ്റേ വേണം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, സ്റ്റേ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് പല രീതിക്ക് നമുക്ക് നോക്കാം. ഒന്നുമില്ലെങ്കിൽ നമുക്ക് അവിടെ പോയി അന്വേഷിക്കാം. ഓക്കെ, അതൊരു മെത്തേഡാണ്. നമ്മൾ പോയിട്ട് അവിടെ പോയി അന്വേഷിക്കാം. ഇല്ലെങ്കിൽ നമുക്ക് ഓൺലൈനായിട്ട് നമുക്ക് ബുക്ക് ചെയ്യാം. അപ്പോൾ ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യുന്നത് ഇപ്പോൾ വലിയ പ്രശ്നമൊന്നുമില്ല, പണ്ടത്തെ പോലെ അങ്ങനെ അത്ര ഇതൊന്നുമില്ല. ഇപ്പോൾ ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യാം. റൂംസ് എടുക്കുന്നത് പ്രൈസ് വലിയ ഡിഫറൻസ് ഒന്നും വരില്ല. ഒരു കൺവീനിയൻ ഒരു 10-300-200 രൂപ എക്സ്ട്രാ വരികയായിരിക്കും ചിലതിൽ സീസൺ അനുസരിച്ച് ചിലപ്പോൾ കിട്ടും, ചിലപ്പോൾ ഓഫർ അനുസരിച്ച് കുറയും. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഗൂഗിൾ മാപ്പ് വഴി തന്നെ ഇത് ബുക്ക് ചെയ്യാൻ പറ്റും, റൂംസ് ബുക്ക് ചെയ്യാം. ഞാൻ അങ്ങനെയാണ് ബുക്ക് ചെയ്യാറ്. ഗൂഗിൾ മാപ്പ് എടുത്തിട്ട് നമ്മുടെ സെർച്ചിൽ പോയിട്ട് ബെസ്റ്റ് ഹോട്ടൽസോ അല്ലെങ്കിൽ ബെസ്റ്റ് ഹോട്ടൽസ് നിയർ അത് ഏതാണോ പോകുന്ന ലൊക്കേഷൻ. ഇപ്പോൾ ബെസ്റ്റ് ഹോട്ടൽസ് നിയർ വാഗമൺ അല്ലെങ്കിൽ മൂന്നാർ അല്ലെങ്കിൽ ഏതാണ് ഇപ്പോൾ ചെന്നൈക്ക് പോകണോ അല്ലെങ്കിൽ ബാംഗ്ലൂർ പോകണോ. അപ്പോൾ അവിടുത്തെ ആ പ്രൈം ലൊക്കേഷൻ നിങ്ങൾ പോകുന്ന ലൊക്കേഷൻ നിങ്ങൾക്ക് അറിയാമല്ലോ. നിങ്ങളിപ്പോൾ ഓൾറെഡി സെറ്റ് ചെയ്തിട്ടെങ്കിലും പോവാം. അപ്പോൾ ആ ലൊക്കേഷൻ്റെ അടുത്ത് നിങ്ങളിങ്ങനെ നോക്കിയാൽ ബെസ്റ്റ് ഹോട്ടൽസ് നിയർ അതുകൊണ്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് സൂം ഔട്ട് ചെയ്ത് അവിടെ നമുക്ക് സെർച്ച് ചെയ്യാനൊക്കെ പറ്റും. എവിടെ വേണ്ട അവിടെ വെച്ച് സെർച്ച് ചെയ്യാം. അപ്പോൾ അങ്ങനെ സെർച്ച് ചെയ്യുന്ന സമയത്ത് ഓൾമോസ്റ്റ് എല്ലാ ഹോട്ടൽസും ലിസ്റ്റ് ചെയ്യും. അപ്പോൾ അതിൽ നമുക്ക് സോർട്ട് ചെയ്തെടുക്കാം. റിവ്യൂസ് അനുസരിച്ചിട്ടൊക്കെ നോക്കിയിട്ട് നമ്മുടെ ബഡ്ജറ്റൊക്കെ അനുസരിച്ച് നമുക്ക് അതിലെടുക്കാം. അതിൽ ഒരു പ്ലസ് പോയിന്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ഹോട്ടലിൽ എല്ലാ സൈറ്റിലെ പ്രൈസ് നമുക്ക് അറിയാൻ പറ്റും. അതായത് ഒരു ഹോട്ടലിൽ തന്നെ ഡിഫറെൻറ്റ് സൈറ്റിലുള്ള പ്രൈസുകൾ അറിയാം. അപ്പോൾ ആ ഹോട്ടലിൽ ഏകദേശം റേറ്റ് കാണിക്കുക. അത് ഏറ്റവും കുറഞ്ഞ പ്രൈസ് പറഞ്ഞാൽ ഏറ്റവും ചീപ്പായ റൂമായിരിക്കും അവർ അതിൽ ഏറ്റവും കുറഞ്ഞ പ്രൈസ് കാണിക്കുക. അപ്പോൾ എന്നിട്ട് നോക്കുക. എന്നിട്ട് അത് നോക്കിയിട്ട് നിങ്ങൾ അതിലേതാണ് കുറവ് ആ സൈറ്റിൽ കയറി ബുക്ക് ചെയ്യുക. അത്രയേ ഉള്ളൂ, വേറെ കോംപ്ലിക്കേറ്റഡ് ഒന്നുമില്ല. അതിൽ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ. പിന്നെ അല്ലെങ്കിൽ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിന്ന് ഹോട്ടൽ റൂംസ് എടുത്ത് അതിന് നമ്പേഴ്സ് എടുത്തിട്ട് കോൾ ചെയ്ത് നോക്കാം. അതിൻ്റെ അടുത്ത് നമുക്ക് അവിടെ ചോദിച്ച് നോക്കാം ഇതിൽ അവിടെ എങ്ങനെയാണ് റൂം പ്രൈസ് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് ഡയറക്റ്റ് ചോദിക്കാം. അപ്പോൾ അവരുടെ അടുത്ത് ചിലപ്പോൾ അത് ഓൺലൈനേക്കാളും കുറവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് തന്നെ എടുക്കാം ബുക്ക്. ഓക്കെ, അത്രയേ ഉള്ളൂ, സിമ്പിളാണ്. അപ്പോൾ അത് ബുക്ക് റൂം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക്
ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഡയറക്റ്റ് പോകാമല്ലോ. പിന്നെ നിങ്ങൾക്ക് വേറെ പ്രശ്നം ചെക്ക് ഇൻ ചെയ്യാം, കാര്യങ്ങൾ അത്ര തന്നെ ഉള്ളൂ. പിന്നെ ലൊക്കേഷൻ്റെ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ യൂട്യൂബും ജസ്റ്റ് ഒന്ന് റിഫർ ചെയ്യും. അതായത് ഈ അടുത്ത് ആരെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ അവരുടെ ഒരു റെഫറൻസ് എടുക്കും. ജസ്റ്റ് ഇപ്പോൾ ആരെങ്കിലും മൂന്നാർ അങ്ങനെയും പോയത് അടുത്ത് അവർ പോയവരുണ്ടെങ്കിൽ അവരുടെ ലൊക്കേഷൻ വെച്ച് നോക്കും. അവർ പോയതിൻ്റെ ഒരു ജസ്റ്റ് എടുത്ത് നോക്കുക, അത്രേ ഉള്ളൂ. ഓരോരുത്തരുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ ഓരോ സ്ഥലങ്ങൾ അവർ പോയതിന് ചിലർ ഫാമിലി ആയിട്ട് പോകണ ചില വ്ളോഗേഴ്സൊക്കെ ഇടുമ്പോൾ ആ കോമൺ പ്രൈമായിട്ടുള്ള സ്ഥലങ്ങളിടും. ചിലപ്പോൾ നമുക്ക് വേണ്ടത് ഇപ്പോൾ ഒരുപാട് ആൾക്കാർ പോകാത്ത സ്ഥലമാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് സെർച്ച് ചെയ്യാം. അത് കിട്ടും നമുക്ക്. ഇങ്ങനെ നിങ്ങൾ വെറുതെ യൂട്യൂബ് എടുത്ത് നോക്കിയാൽ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലാണെങ്കിൽ ജസ്റ്റ് മൂന്നാറെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ സെർച്ച് ചെയ്താൽ തന്നെ അവിടെ നന്നായി എടുത്ത ഒരു റീച്ചുള്ള ഫോട്ടോസൊക്കെ വരും. അപ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും അവിടുത്തെ ഏതാണ്, എങ്ങനെയാണ് പ്രൈം ലൊക്കേഷൻ എങ്ങനെയാണെന്നൊക്കെ. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. നമുക്ക് ആ പോകുന്നതിൻ്റെ പിന്നെ ഇതാണ്. പിന്നെ ഉള്ളത് പിന്നെ നമ്മുടെ എക്സ്പീരിയൻസ് ആണ്. നമ്മൾ പോകുന്ന സമയത്ത് നമുക്ക് പുതിയത് പഠിക്കാൻ പറ്റും. നമ്മൾ ഇതൊക്കെ എടുത്ത് ഇതിപ്പോൾ എവിടെ പോകേണ്ടതെന്നൊക്കെ നോക്കിയിട്ട് പോയാലും അവിടെ പോയി കിട്ടുന്ന എക്സ്പീരിയൻസ് അതൊരു സെപ്പറേറ്റ് തന്നെ ആയിരിക്കും. അവിടെ പോയി കിട്ടുന്നത് ട്രാവൽ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. കുറേ പേരെ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ കുറേ പേർക്ക് അവരുടെ ലൈഫാണത്. ഓക്കെ, അപ്പം നമ്മളവിടെ ഇൻ്റർഫേസ് ചെയ്ത് കയറും. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവിടുത്തെ ഒരു പാർട്ടായിരിക്കും. ഇപ്പോൾ ഒരു കടയിൽ പോകുമ്പോഴോ അല്ലെങ്കിൽ എവിടെയെങ്കിലും റോഡ് സൈഡ് നിൽക്കുന്ന ആളാണെങ്കിലും പിന്നെ നമ്മൾ കാണുമ്പോൾ ചിലപ്പോൾ ചില വഴി ചോദിക്കാനാണെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും പറയുമ്പോൾ ചില നമ്മുടെ അടുത്തൊരു ഒരു ഇൻട്രാക്ഷൻ വരും. അല്ലെങ്കിൽ സ്ഥലത്ത് പോകുമ്പോൾ അവിടെ ഒരു ഇൻട്രാക്ഷൻ വരും. അതൊരു നല്ലൊരു പോസിറ്റീവ് എന്നല്ല, നമുക്കൊരു ഇത് കിട്ടും, വൈബ് കിട്ടും. അപ്പം നിങ്ങൾ അതൊരു എക്സ്പീരിയൻസ് ചെയ്യുക, അടിപൊളിയാണ്. പിന്നെ അങ്ങനെ അതൊരു കിക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഈ ഒരു ഫസ്റ്റ് ട്രിപ്പാണ് കഷ്ടമുള്ളൂ. ആ പ്ലാൻ ചെയ്ത് പോയി അങ്ങനെയാണെന്നുള്ളത്. പക്ഷെ നിങ്ങളതൊന്ന് കഴിഞ്ഞ് കിട്ടിക്കഴിഞ്ഞാലില്ലേ, ആ ഒരു ട്രിപ്പ് ഫസ്റ്റ് പോകണതൊന്ന് കഴിഞ്ഞ് കിട്ടിക്കഴിഞ്ഞാൽ അപ്പം പിന്നെ നിങ്ങൾ തന്നെ ഓട്ടോമാറ്റിക്കലി നിങ്ങളെല്ലാം കണ്ടുപിടിക്കും. ഇതൊക്കെ പിന്നെ നിങ്ങൾക്ക് ചെയ്യാൻ തന്നെ ഉള്ളൂ. ഇതൊക്കെ ഞാൻ പറയുന്നതൊക്കെ ജസ്റ്റ് ഒരു പുഷാണ്. ഫസ്റ്റത്തെ ആ ഒരു സംഭവങ്ങളാണ്. അതൊക്കെയാണ് ചെറിയ സംഭവങ്ങൾ. അതൊക്കെ നിങ്ങൾക്ക് വെച്ച് തന്നെ നിങ്ങൾക്ക് ബാക്കിയൊക്കെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാം. ഇതൊക്കെയാണ് അറിയേണ്ടതുള്ളൂ. പിന്നെ നിങ്ങൾക്ക് ഇപ്പോൾ മൂന്നാറിലെ ക്ലൈമറ്റ് എങ്ങനെയാണ് പറഞ്ഞിട്ട് ഒരാൾ ചോദിച്ചു, നല്ല ഇതുണ്ടോ, ക്ലൈമറ്റ് എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിച്ചു. അപ്പം അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ പോകുന്നതിന് മുന്നേ ജസ്റ്റ് ഒന്ന് വെതർ നോക്കുക, മഴയുണ്ടോ അല്ലെ ഫോഗ് ഉണ്ടോ എന്നുള്ളത് ജസ്റ്റ് നമ്മൾ സെർച്ച് ചെയ്ത് നോക്കി അറിയാൻ പറ്റും. ഗൂഗിളിൽ നോക്കി അറിയാൻ പറ്റും. അതേപോലെ ഇൻസ്റ്റാഗ്രാമിൽ വെച്ച് നമുക്ക് നോക്കാം. ഒരു പ്രഡിക്ഷൻ പോലെയാണ്. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ ജസ്റ്റ് സെർച്ച് ചെയ്തിട്ട് ആ ലൊക്കേഷൻ സെർച്ച് ചെയ്യുമ്പോൾ ലൊക്കേഷൻ ഒരു ഓപ്ഷൻ ഉണ്ട്. ആ ലൊക്കേഷൻ സെർച്ച് ചെയ്യുക. ലൊക്കേഷൻ എടുത്തിട്ട് ലൊക്കേഷനിൽ അപ്പോൾ ലൊക്കേഷൻ്റെയിലുള്ള സ്റ്റോറീസ് നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ മൂന്നാർ എടുത്തതിന് മൂന്നാറിൽ ഇപ്പോൾ കറണ്ട് ഇട്ട ഒരു 24 hours സ്റ്റോറീസ് നമുക്ക് വിസിബിളായി വരും. എന്നിട്ട് ആ സ്റ്റോറീസ് എടുത്ത് നോക്കുക. അപ്പോൾ അവിടെ ക്ലൈമറ്റ് എങ്ങനെയാണ്, രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ടൊക്കെ എങ്ങനെയാണെന്നുള്ളത് അത് നോക്കുമ്പോൾ ഒരു ഐഡിയ കിട്ടും. ഇന്നലത്തെ ഒരു ഐഡിയ കിട്ടും, ഇന്നലെ എങ്ങനെയാണ് അവിടെ ക്ലൈമറ്റ് എന്നുള്ളത്. പക്ഷെ അത്ര ചിലപ്പോൾ ക്ലൈമറ്റ് ഉണ്ടാവില്ല, ചിലപ്പോൾ ഫോഗ് ഉണ്ടാവും, ഈവനിങ് ഫോഗ് ഉണ്ടാവും. ഇങ്ങനത്തെ സ്ഥലങ്ങളിലും ഈവനിങ് അത്യാവശ്യം ഫോഗ് ഇറങ്ങും. അങ്ങനത്തെ ഹിൽ ഏരിയസിലെല്ലാം ഈവനിങ് അത്യാവശ്യം ഫോഗുകളൊക്കെ ഉണ്ടാവും. പിന്നെ ബെസ്റ്റ് ഒരു ഇങ്ങനത്തെ ഹിൽ റേഞ്ചിൽ പോകുമ്പോൾ ഏറ്റവും നല്ല ടൈം എപ്പോഴാണ് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ നവംബർ ഡിസംബർ ജനുവരി സമയത്തൊക്കെയാണ് തണുപ്പുണ്ടാവുക. പിന്നെ മഴക്കാലത്ത് പോയാലും ഫോഗുണ്ടാവും. മഴക്കാലത്ത് നല്ല രസമായിരിക്കും. അപ്പം അത്രേ ഉള്ളൂ. കൂടുതൽ കൺഫ്യൂഷൻ ചെയ്യേണ്ട കാര്യമില്ല. ജസ്റ്റ് പോയി എക്സ്പീരിയൻസ് ചെയ്യുക. നമ്മളെല്ലാം പെർഫെക്റ്റ് ആയിട്ട് പോകാമെന്നൊന്നും പറഞ്ഞാൽ നടക്കില്ല. ക്ലൈമറ്റ് ശരിയാണോ, നമുക്ക് അത് വേണം ഇത് വേണം. അപ്പോൾ അതൊന്നും നിങ്ങൾ നോക്കണ്ട. നിങ്ങൾ ജസ്റ്റ് ഒന്ന് അല്ലെങ്കിൽ ഒരു ബസ് പിടിച്ചാണെങ്കിലും പോവുക, അത്രേ ഉള്ളൂ. ബസ്സിൽ ഇപ്പം നിങ്ങൾ വണ്ടി അത് ഇതൊന്നുമില്ലെങ്കിലും ഓരോരോ നമുക്ക് പറ്റുന്ന ട്രാൻസ്പോർട്ടിൽ നമ്മൾ പോവുക ഗൈസ്. അപ്പോൾ അത്രയേ ഉള്ളൂ ഈ വീഡിയോയിൽ. നമുക്ക് അടുത്തൊരു ടോപ്പിക്കായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ അതുവരെ ബൈ 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 ബൈ.